അപ്പോഴാണ് ആ വാഹനം ആ വഴി കടന്നു വന്നത്. അവൻ്റെ ഉള്ളിൽ ഒരു ഭീതി പടർത്തി. അപ്പോഴാ വാഹനത്തിൻ്റെ ശബ്ദം അവൻ്റെ ചെവിയുടെ ഉള്ളിൽ കേട്ടുകൊണ്ടേയിരുന്നു. ഓ, ഒരു ആവേശത്തിന് കഥ എഴുതുമ്പോഴാണ്. ഹലോ, പറ. ജൂഡേട്ടനല്ലേ? ജൂഡാ? ഏത് ജൂഡ്? ഓ, എൻ്റെ പൊന്നെ, ഞാൻ വെടിമറ ചൂടൊന്നുമല്ല. ഒരു സിനിമ ഇറങ്ങി പിന്നെ എല്ലാവരും ഇതന്നെയാണ്. എൻ്റെ പൊന്നെ, എൻ്റെ പേര് വിപിൻ ജോസഫ്, വിപിൻ ജോസഫ്. ആ, പറഞ്ഞോ. ചേട്ടാ, കൊച്ചിനിടാൻ പറ്റിയ നല്ലൊരു പേരുണ്ടാ? കൊച്ചിന് പേരിടണം, നല്ല പേര് വേണം. എൻ്റെ പൊന്നു മോനെ, ഞാനൊരു കഥാകൃത്താണ്. നിങ്ങൾ നമ്പർ നോക്കി വിളിക്കുക. നിങ്ങൾ വേറെ ഏതോ ജോഡിനൊക്കെ വിളിക്കുന്നതിന് വരും എന്നെ വിളിച്ചിട്ട് എന്ത് കാര്യം? ഓഹ്, ആവേശത്തിന് കഥ എഴുതുന്ന സമയത്ത് ഓരോരുത്തന്മാർ വിളിച്ച് ശല്യപ്പെട്ട നീ ആ കഥ തന്നു പോയല്ലോ. ആ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. ഓ, കേൾക്കട്ടെ, ശബ്ദം കേൾക്കട്ടെ. ഓ, അവൻ വീണ്ടും വിളിക്കണ്ടല്ലോ. ഹലോ. ഹലോ ജൂഡേട്ടാ? ജൂഡ് അല്ലേ? അതെ. അതേടാ, ഞാൻ ജൂഡാ. പറ. കൊച്ചിൻ്റെ പേര്? അടിപൊളി പേര് എൻ്റെ അടുത്തുണ്ട്. ആ പേര് എൻ്റെ അടുത്തുണ്ട്. കൊച്ചിന് പറ്റിയ പേരാണ് കൃമാണി. എന്ത്? കൃമാണി. അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ഭയങ്കര അർത്ഥമാണ്. അത് സ്പാനിഷ് പേരാണ് കേട്ടോ. നീ അടിച്ചു തകർത്തോ. കൃമാണി അടിപൊളിയായിരിക്കും കേട്ടാ. ശരി, ഓക്കെ. സത്യം പറഞ്ഞാൽ ഇവനൊന്നും മനസ്സിലാകത്തില്ല. ഇന്നത്തെ കാലത്തൊരു കുഴപ്പമാണ്, സത്യം പറഞ്ഞാൽ ഒരുത്തരും മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മൾ നുണ പറഞ്ഞാൽ അതെല്ലാത്തിനും ഓക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ നുണ പറയാൻ നിൽക്കണ്ടേ. ഇനി ഞാൻ പറഞ്ഞു നുണ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ ഫ്ലോ അങ്ങോട്ട് പോയി. വീണ്ടും അയ്യോ സാർ. സാറേ, ഇല്ല, കഥ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം സാറിന് ഞാനിപ്പോൾ മെയിൽ അയക്കാൻ പോവേണ്ട. സാറ് ധൈര്യമായിട്ട് ഇത് കഥ ഇപ്പം തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് മെയിൽ അയക്കും. ഓക്കെ. കഥ എവിടെ കംപ്ലീറ്റ് ചെയ്ത്? ഇതുപോലെയുള്ള ഓരോരുത്തന്മാരെ വിളിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും?